ഹലോ എല്ലാവർക്കും നമസ്കാരം. ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ടാണ് ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന വീട് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തായിട്ട്, വളരെ അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ആലുവക്കടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു വീടാണ്, ഉള്ളിലൊക്കെ നല്ല സൗകര്യമുണ്ട് വീടിൻ്റെ. അപ്പോൾ നമുക്ക് ഇനി ഈ വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. 4,800 ഒറിജിനൽ ലാൻഡ് വന്നിട്ടുണ്ട് ഈ വീട് പണിതേക്കണത്. 1,710 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 3 സ്വിഫ്റ്റ് കാർ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നതാണ്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും 500 മീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററിൽ താഴെയും മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. അതേപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. നമുക്കിനി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഗേറ്റ് തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ്. 3 സ്വിഫ്റ്റ് കാർ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടും. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളമാണ്. നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണിത്. ഈ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയായിട്ട് ചെടി നടാനായിട്ടുള്ള ഇത് പണിതിട്ടുണ്ട്. സിമെൻറ്റ് കട്ടയിലാണ് പണിതേക്കുന്നത്. ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ചെടി നടാനുള്ള, ഇതിൽ മണ്ണ് നിറച്ച് ചെടി നടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുക്കുന്നതാണ് ഫ്രണ്ട് ഭാഗത്ത്. ഈ ചുറ്റുഭാഗം കാണിച്ചു തരാം. ഇവിടെയും കട്ട വിരിച്ചിട്ടുണ്ട് നിലത്ത്. ഇവിടെയായിട്ട് ചെടി നടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നടാനായിട്ടുള്ള. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഇവിടെയായിട്ടൊരു 4 കസേര ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ടൊരു ഫ്രഞ്ച് വിൻഡോ വലുത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തേക്കുന്നത്. ഈ വീടിൻ്റെ ഡോറുകളും ജനലിൻ്റെ ഫ്രെയിമുകളും എല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ കട്ട്ല പണിതിട്ടുള്ളത് ആഞ്ഞിലി മരത്തിലാണ്. ഡോറ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കാണ്. നല്ല സൗകര്യമുള്ളൊരു വിസിറ്റിംഗ് റൂമാണ് ഇവിടെ കിട്ടണത്. ഇവിടെയായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സൗകര്യമുള്ളൊരു വിസിറ്റിംഗ് റൂം. ഇവിടെ സീലിങ്ങിൽ ജിപ്സം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മുറിയിലും ഫാൻ കൊടുത്തിട്ടുണ്ട്. വിസിറ്റിംഗ് റൂമിൽ നിന്ന് നമ്മളടുത്ത് പ്രവേശിക്കുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. നല്ല സൗകര്യമുള്ളൊരു ഡൈനിങ് റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും സീലിങ്ങിൽ LED വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെ സൈഡിലായിട്ട് ഒതുക്കി വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഷെൽഫുകൾ, താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബെഡ്റൂം ഒന്ന് കാണാം. താഴത്തെ നിലയിൽ ഇവിടെയായിട്ടാണ് ബെഡ്റൂം വന്നത്. ഭംഗിയായിട്ടുള്ളൊരു ജിപ്സം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 5ഓളം ജനലുകളാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് 3 ഡോറിൻ്റെ വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 3 ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടറുള്ള വാർഡ്രോബാണ് കൊടുത്തേക്കുന്നത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ഫൈബർ ഡോറിലാണ് ചെയ്തിട്ടുള്ളത്. വാറൻ്റി ഉള്ള ബാത്റൂം ഫിറ്റിങ്സാണ് ചെയ്തേക്കുന്നത്. സോയോ എന്ന ബ്രാൻഡിൻ്റെയാണ് സാനിറ്ററി ഒക്കെ ചെയ്തേക്കുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കിച്ചനാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. വലിയൊരു കിച്ചണാണ് കേട്ടോ കിട്ടുന്നത്. ഇവിടെ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്, സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് ഒരു കിച്ചൺ.
ചെറിയൊരു വർക്ക് ഏരിയ. ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇൻവെർട്ടർ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട്. നമുക്കപ്പോൾ ഇനി ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സ്റ്റെപ്പിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് തേക്കിലാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അപ്പർ ലിവിംഗ് ഹാളിലേക്കാണ്. വലിയൊരു ഹാളാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഹാളാണത്. ഇവിടെയും LED വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. നമുക്കപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെയും ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 5ഓളം ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണിയും ഇവിടെ ഉണ്ട്. നല്ല സൈലൻ്റ് ഏരിയയാണ് ഇവിടെ. യാതൊരുവിധ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് 3ാമത്തെ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ. ഇത് വലിയൊരു ബെഡ്റൂമാണ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണത്. സീലിങ്ങിൽ LED വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്ക്, ഫാൻ കൊടുത്തിട്ടുണ്ട്. 6ഓളം ജനലുകൾ ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 3 ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടറുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തേക്കണത്. നമുക്കിപ്പോൾ ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയയാണ്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. നല്ല സൗകര്യമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ. ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നത്. ഡോറ് തുറന്നാൽ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ആലുവയിലേക്ക് വെറും 3.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. യാതൊരുവിധ കമ്മീഷനും കൂടാതെയാണ് ഞങ്ങളുടെ സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില 65 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഈ വീട് നേരിൽ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്പറിൽ വിളിച്ചോ. സൈറ്റ് വിസിറ്റിങ്ങിനായിട്ട് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അത് ചോദിച്ച് മേടിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.